വിശദമായ വാർത്തയിലേക്ക്. രോഷമടക്കാനാകാതെ കേരളം. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി. 15 പേരാണ് കേസിൽ അറസ്റ്റിലായത്. 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തു. മധുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. അട്ടപ്പാടിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? വിവരങ്ങൾ. ധന്യ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്നാണ് പാലക്കാട് SP വ്യക്തമാക്കിയിട്ടുള്ളത്. 16 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മധുവിനെ വനത്തിൽ വെച്ച് പിടിച്ച് മർദ്ദിച്ച ആളുകൾ മാത്രമല്ല, മുക്കാലിയിൽ വെച്ച് മർദ്ദിക്കുകയും എല്ലാം ചെയ്ത ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഇവിടെ നടന്നിരുന്ന കഴിഞ്ഞ 3 ദിവസമായി നടന്ന പ്രതിഷേധം അവർ അവസാനിപ്പിച്ചു. പോലീസുമായി ഇവർ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഇതിലെ മുഴുവൻ പ്രതികളെയും തങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് സമരക്കാരോട് വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ സമരക്കാർ നേരത്തെ പോലീസിന് നൽകിയിരുന്ന പേരുവിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ പേരുവിവരങ്ങളും അതിലുൾപ്പെട്ട മുഴുവൻ ആളുകളെയും തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ സമരക്കാർ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ആയിരുന്നു മധുവിന്റെ കൊലപാതകം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗളി പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടന്നിരുന്നത്. ഇതിൽ പ്രധാന പ്രതികൾ മുക്കാലി സ്വദേശികളായ ഷംസുദ്ദീൻ, ഉബൈദ്, നജീബ്, ഹുസൈൻ ഉൾപ്പെടെയുള്ള 16 പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഹുസൈൻ ആണ് മധുവിന്റെ നെഞ്ചിൽ ചവിട്ടിയ പ്രതി ഹുസൈൻ ആണ്. അതോടൊപ്പം തന്നെ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് വനത്തിൽ പോയി മധുവിനെ പിടിച്ച് അവിടെ വെച്ച് കൈകെട്ടി മർദ്ദിച്ച് മുക്കാലിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽപ്പെട്ട മുഴുവൻ പ്രതികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സജീവ പ്രവർത്തകരും എല്ലാം തന്നെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പ്രതികളെല്ലാം തന്നെ. ഷംസുദ്ദീൻ CPM-ന്റെ സജീവ പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ ഉബൈദ് ലീഗിന്റെ പ്രവർത്തകൻ, BJP പ്രവർത്തകർ, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ഉൾപ്പെടെയുള്ളവരാണ്. ഇവരെല്ലാവരും തന്നെ ഈ 16 പ്രതികളെയും നാളെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും എന്നാണ് SP വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള യോഗം നടക്കുകയാണ്. ഇന്ന് അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് മധുവിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഊരായ ചിണ്ടക്കയിൽ സംസ്കരിച്ചു. നേരത്തെ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹമായി പോയ ആംബുലൻസ് മുക്കാലിയിൽ തടഞ്ഞിരുന്നു. മുഴുവൻ പ്രതികളെയും കാണണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അതിനുശേഷം അവരുമായി ജനപ്രതിനിധികളും പോലീസും ഉൾപ്പെടെയുള്ളവർ ആ സമരക്കാരുമായി ചർച്ച നടത്തി അവർക്ക് കൈമാറി അവരുടെ ചിത്രങ്ങൾ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് അട്ടപ്പാടിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മധുവിന്റെ മരണം മർദ്ദനമേറ്റതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് അടിയേറ്റതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ക്ഷതങ്ങൾ, ചവിട്ടേറ്റ് തകർന്ന വാരിയെല്ല്, തലക്കടിയേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവം. മധു മരിച്ചത് ഈ വിധമാണ്. ക്രൂരമർദ്ദനം നടന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് IG MR അജിത് കുമാർ പറഞ്ഞു. മർദ്ദനത്തിൽ വനപാലകരുടെ പങ്ക് പരിശോധിക്കും. പ്രധാനമായിട്ട് ഈ മരണകാരണത്തിന് ആയിട്ടുണ്ടായ ഇഞ്ചുറി ഉണ്ടാക്കിയ ആൾ ഓൾറെഡി തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കസ്റ്റഡിയിലുണ്ട്. അതുകൂടാതെ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും റോൾ എന്താണെന്നുള്ളത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷവും സീനിൽ ഒന്നും കൂടെ പോയി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വ്യക്തികൾ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ പരിശോധിച്ച് നടപടികളായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ മധുവിന്റെ പോസ്റ്റ്മോർട്ടം 5 മണിക്കൂർ നീണ്ടു. മന്ത്രിമാരായ AK ബാലനും VS സുനിൽകുമാറും KK ശൈലജയും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. വിവിധ ദലിത് സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മധുവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. 1 മണിക്ക് മൃതദേഹം അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയി. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മധുവിനെ അക്രമികൾക്ക് കാട്ടിക്കൊടുത്തത് വനം വകുപ്പ് ജീവനക്കാരനാണെന്ന് സഹോദരി ചന്ദ്രിക. മധുവിന് വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു. സഹോദരിയുടെ ആരോപണങ്ങൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി K രാജുവും പ്രതികരിച്ചു. വനം വകുപ്പ് ഡ്രൈവർ വിനോദാണ് അക്രമികളെ മധു താമസിക്കുന്ന ഗുഹയിലേക്ക് കൊണ്ടുപോയതെന്ന്
സഹോദരി ചന്ദ്രിക ന്യൂസ് 18നോട് പറഞ്ഞു. വിനോദാണ് അവിടെ മറ്റേ ആ ഡ്യൂട്ടി ഡ്രൈവർ, ഫോറസ്റ്റ് ഓഫീസറെ ജീപ്പിന്റെ ഡ്രൈവറാണ് വിനോദ്. അയാളാണ് അവിടെ പോയിട്ട് ഇവനെ ഇവിടെ ആ ഗുഹയിലുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയത്. മധുവിന് വെള്ളം കൊടുക്കാൻ പോലും അക്രമികൾ തയ്യാറായില്ല. വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്? വായിലേക്ക് ഒഴിച്ചല്ല അവർ കൊടുക്കുന്നത്, സൈഡ് ഇങ്ങനെ കൊടുത്തിട്ടാണ് അവൻ നക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാവിങ്ങനെ നീട്ടുമ്പോഴേക്കും അവർ പിന്നെ അടുത്ത സ്ഥലം മാറ്റിയിട്ട് തലയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അത്രേ. ചന്ദ്രികയുടെ ആരോപണം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞ വനമന്ത്രി കെ രാജു ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് അത്തരം ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച ആവശ്യമായിട്ടുള്ള നടപടി. കൊലപാതകത്തിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ആരോപണം മന്ത്രി എ കെ ബാലൻ നിഷേധിച്ചു. ഇത് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ഗവൺമെന്റ് എന്തായാലും വഴുതി പോകില്ല, അത് ഞാൻ ഉറപ്പുവരാം. വനം കൊള്ളക്കാർക്ക് മരം മുറിച്ചു കടന്നതിന് മധു തടസ്സമായിരുന്നുവെന്നും ഇതിനാലാണ് മധുവിനെ കൊലപ്പെടുത്തിയതെന്നും ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ആരോപിച്ചു. അനധികൃതമായ മരം മുറിക്ക് മധു ഒരു അസൗകര്യമായി അവർക്ക് മാറിയത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നുള്ളതാണ് ഊഹിക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മധുവിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മധുവിനെ പോലെ കൈ ബന്ധിച്ചുകൊണ്ടായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതിഷേധം. മധുവിന്റെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. മധുവിന്റെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടുംബത്തിന് 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകണം. 10 ലക്ഷം രൂപ അപര്യാപ്തമാണ്. 25 ലക്ഷം രൂപ ഇതുപോലെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കരുത്. മധുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം CPM നേതാക്കൾക്ക് പങ്കെടുക്കാൻ മധുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. പാലക്കാട് അതിവിദഗ്ധനായ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുന്ന വിദഗ്ധന്മാരുണ്ട്, അവിടെ നൈപുണ്യമുള്ളവരുണ്ട്, അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർ അവിടെയുണ്ട്, പോലീസ് സർജനുണ്ട്. ഇതെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് തൃശ്ശൂർ കൊണ്ടുപോയത്? രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ കൊണ്ടുപോയിട്ടും മോർച്ചറിക്ക് പുറത്ത് മണിക്കൂറുകളോളം കിടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഈ CPMന്റെ നേതാക്കന്മാർക്ക് കാണാൻ വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ ഉത്തരം പറയണം. മധുവിനെ പോലെ കൈബന്ധിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും കുമ്മനം രാജശേഖരൻ പങ്കുവച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ സർക്കാർ വൈകിപ്പിച്ചിട്ടില്ലെന്നും വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തേക്ക് മാറ്റിയതെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. ഇന്നലെ പിന്നെ തിരക്കിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതല്ല ഇതൊരു കേസിൽ ശരി എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുള്ളത് വീഡിയോ റെക്കോർഡിംഗ് അടക്കം നടത്തിക്കൊണ്ട് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഴ്ചയും ഉണ്ടാകരുത്. മധുവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് CPI നേതാവ് കാനം രാജേന്ദ്രനും KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും ആവശ്യപ്പെട്ടു. നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നടപടികൾ എത്രമാത്രം പ്രഖ്യാപനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മമായി ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും പോലീസ് അതിന് എതിരായിട്ടുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മധുവിന്റെ കൊലപാതകത്തിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടി. സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണെന്നും ആദിവാസികാര്യമന്ത്രി ജുവൽ ഓറം ന്യൂസ് 18നോട് പറഞ്ഞു. ആൾക്കൂട്ട കൊലപാതകത്തെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം ആദിവാസി യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ അപലപിച്ചാണ് കേന്ദ്ര ആദിവാസികാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ. മന്ത്രാലയം സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംഭവത്തിൽ ആശങ്കയറിയിച്ചു. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് നാണക്കേടാണെന്ന് ആദിവാസികാര്യമന്ത്രി ജുവൽ ഓറം പറഞ്ഞു. അക്രമം തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി. रिएक्शन है, ये निंदनीय घटना है, ये ठीक नहीं हुआ. हम लोग एक रिपोर्ट मांगे हैं सरकार से. हमारा सेक्रेटरी ने चीफ सेक्रेटरी से बात किया है, रिपोर्ट मांगा है. പ്രതികളെ ശിക്ഷിക്കണമെന്നും സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി സർക്കാർ റിപ്പോർട്ട് നൽകണമെന്നുമാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംഭവത്തിൽ കേന്ദ്ര പട്ടികവർഗ കമ്മീഷനും സംസ്ഥാനത്തിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ ആൾക്കൂട്ട കൊലപാതകം മൃഗീയവും മനുഷ്യത്വരഹിതവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. ന്യൂസ് 18 ഡൽഹി.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദിവാസിയുടെ മരണം അനാസ്ഥ കൊണ്ടെന്ന് റിപ്പോർട്ട്. ചികിത്സ വൈകിയത് മൂലമാണ് യുവാവ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ച ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. എന്നാൽ ആശുപത്രി അധികൃതർ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പാതയോരത്തെ മദ്യശാല നിരോധനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇളവ്. ഏതൊക്കെ പ്രദേശങ്ങൾക്ക് ഇളവ് നൽകാമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റികൾക്ക് പിന്നാലെ പഞ്ചായത്തുകൾക്കും ഇളവിന് വഴിയൊരുങ്ങിയതോടെ കേരളത്തിൽ വിധിയെ തുടർന്ന് പൂട്ടിയ എല്ലാ മദ്യശാലകളും തുറന്നേക്കും. മദ്യശാല ഉടമകളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ആവശ്യം പരിഗണിച്ചാണ് ഹൈവേകളിലെ മദ്യശാല നിരോധന വിധി സുപ്രീംകോടതി ഭേദഗതി ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾക്ക് ഇളവ് നൽകണമോ എന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിനായി മുനിസിപ്പൽ പരിധിയിലെ പ്രദേശങ്ങൾക്ക് തുല്യമാണോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രദേശമെന്ന് നിശ്ചയിക്കണം. വികസനമടക്കമുള്ള ഘടകങ്ങൾ വിലയിരുത്തിയാകണം ഇത്. പഞ്ചായത്തുകളിലെ നഗരപ്രദേശങ്ങൾക്കാകും ഇളവ് ലഭിക്കുക. മദ്യശാല ഉടമകൾ പ്രവർത്തനാനുമതിക്കായി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകണം. മുനിസിപ്പൽ മേഖലകളിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകൾക്ക് നേരത്തെ സുപ്രീംകോടതി ഇളവ് നൽകിയിരുന്നു. 2016 ഉത്തരവിനെ തുടർന്ന് 520 കള്ളുഷാപ്പുകളും 3 ഹോട്ടലുകളും 12 മദ്യവിൽപ്പനശാലകളും 171 ബിയർ വൈൻ പാർലറുകളും പൂട്ടിപ്പോയെന്നാണ് കേരളം സുപ്രീംകോടതിയെ അറിയിച്ചത്. ഇവയെല്ലാം തുറന്ന് പ്രവർത്തിക്കണമോ എന്ന് ഇനി സർക്കാരിന് തീരുമാനിക്കാം. കള്ളുഷാപ്പുകൾക്ക് മാത്രമായി ഇളവ് നൽകണമെന്ന ഹർജി ഭേദഗതി ഉത്തരവോടെ അപ്രസക്തമായി. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അടച്ചുപൂട്ടിയ മദ്യശാലകൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ പാതയോര മദ്യശാല നിരോധനം ഫലത്തിൽ സംസ്ഥാനത്ത് ഇല്ലാതാകും. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ചുവന്ന തുടുത്ത് തൃശൂർ. പോലീസിനെ വിമർശിച്ചും സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞും CPM കണ്ണൂർ ഘടകം. യെച്ചൂരിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്നും ശക്തമായ വികാരമാണ് സമ്മേളന പൊതുചർച്ചയിൽ ഉയർന്നത്. ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും നേതൃത്വം മറുപടി പറയും. 1.5 ദിവസം നീണ്ടുനിന്ന പൊതുചർച്ചയിൽ ഷുഹൈബ് വധം ആയുധമാക്കി മറ്റ് ജില്ലാ കമ്മിറ്റികൾ കണ്ണൂർ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. ഇന്ന് വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ കണ്ണൂർ നേതൃത്വം മറുപടി നൽകി. പാർട്ടിയിലെ സുഖലോലുപതിയിൽ കഴിയുന്നവർക്ക് കണ്ണൂരിലെ സാഹചര്യം മനസ്സിലാകില്ല. ചെറുത്തുനിൽപ്പിലൂടെയാണ് അവിടെ പാർട്ടി നിലനിൽക്കുന്നത്. ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ വേണ്ട, പക്ഷേ പോലീസിൽ നിന്ന് നീതി കിട്ടണമെന്ന് N ചന്ദ്രൻ പറഞ്ഞു. ഷുഹൈബ് വധത്തിൽ ഉൾപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് M പ്രകാശനും വ്യക്തമാക്കി. സമ്മേളനത്തിൽ കണ്ണൂർ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായെന്ന വാർത്തകൾ നേതൃത്വം ശരിവച്ചു. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പോലും വീടുകൾ ആക്രമിക്കരുത്. ഇത് പാർട്ടിയുടെ പൊതുനിർദ്ദേശമാണ്. വീടുകൾ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അത്തരം പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ പാർട്ടിയുടെ പൊതു സമീപനമാണ്. ആ സമീപനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അത് കുറെ കൂടി കാർക്കശ്യത്തോടുകൂടി പ്രാവർത്തികമാക്കുന്നതിനാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത്. മുഹമ്മദ് റിയാസിന് പിന്നാലെ AN ഷംസീറും യെച്ചൂരിക്കെതിരെ ഇന്ന് രംഗത്തെത്തി. കോൺഗ്രസ് സഹകരണത്തിൽ ജനറൽ സെക്രട്ടറിയുടെ നടപടി അധികാരത്തിന് വേണ്ടിയാണെന്ന് സംശയിച്ചാൽ തെറ്റില്ലെന്നായിരുന്നു വിമർശനം. മന്ത്രിമാരുടെ ഓഫീസുകൾ കാര്യക്ഷമമല്ലെന്ന വിമർശനം തുടർന്നു. കഴിവില്ലാത്ത മന്ത്രിമാർക്ക് VRS നൽകണം. ആവശ്യമെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. GSTയുടെ ആപത്തുകൾ ഐസക് തിരിച്ചറിഞ്ഞില്ല. ആരോഗ്യവകുപ്പ് നാദനില കളരിയായി. കടന്നപ്പള്ളിയുടെ ജോലി ഉദ്ഘാടനം മാത്രം എന്നിങ്ങനെയായിരുന്നു വിമർശനങ്ങൾ. മുന്നണി വിപുലീകരണമെന്നും മാണിയെ കൂടെ കൂട്ടണമെന്നും ആവശ്യമുണ്ടായി. പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൽ കോടിയേരി അതൃപ്തി രേഖപ്പെടുത്തി. വാട്സപ്പ് വഴി റിപ്പോർട്ട് ഫോട്ടോ എടുത്ത് നൽകുന്ന നടപടി ശരിയല്ല. ഇത് പരിശോധിക്കുമെന്നും കോടിയേരി മുന്നറിയിപ്പ് നൽകി. 2 ദിവസങ്ങളിലായി 13 വനിതകൾ ഉൾപ്പെടെ 62 പേർ ചർച്ചയിൽ പങ്കെടുത്തു. BV അരുൺ, ന്യൂസ് 18, തൃശൂർ. സംസ്ഥാന സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കടുത്ത മറുപടി. മുഹമ്മദ് റിയാസിന്റെയും AM ഷംസീറിന്റെയും പേര് പറഞ്ഞായിരുന്നു യെച്ചൂരിയുടെ വിമർശനം. കേരളത്തിലെ സഖാക്കൾ പാർട്ടി പരിപാടി ഒരിക്കൽ കൂടി വായിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, യെച്ചൂരി ഏത് രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്, മറുപടി പറഞ്ഞിരിക്കുന്നത്, വിശദാംശങ്ങൾ? യെച്ചൂരിക്കെതിരെ കേരള പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് കടുത്ത മറുപടിയാണ് സീതാറാം യെച്ചൂരി സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മറുപടി പറഞ്ഞുകൊണ്ട് നൽകിയത്.
ഗൂഗിൾ സെർച്ചിന് പകരമല്ല ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ, ചൈനയുടെയും കൊറിയയുടെയും അടക്കം വിഷയങ്ങൾ ഉന്നയിച്ചില്ല എന്നും ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് റിയാസും AM ഷംസീറും അടക്കമുള്ള പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് ഗൂഗിൾ സെർച്ചിന് പകരമല്ല ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗമെന്ന് അദ്ദേഹം പറഞ്ഞത്. AM ഷംസീറിന്റെയും മുഹമ്മദ് റിയാസിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത്. ഈ സഖാക്കൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുമെന്നാണ് താൻ ധരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരള സഖാക്കൾ പാർട്ടി പരിപാടി ഒന്നുകൂടി വായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സംബന്ധിച്ച് RSS സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേന്ദ്ര പാർട്ടി കോൺഗ്രസ് മുന്നിലേക്ക് സീതാറാം യെച്ചൂരി അവതരിപ്പിച്ചിരിക്കുന്ന രേഖയിൽ പറഞ്ഞിരിക്കുന്നതിൽ RSS എങ്ങനെയാണ് മുഖ്യ എതിരാളിയാവുന്നതെന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് RSSന്റെ സ്വഭാവം സംബന്ധിച്ച പാർട്ടി പ്രോഗ്രാമിൽ കൃത്യമായി പറയുന്നുണ്ടെന്ന് സീതാറാം യെച്ചൂരി എടുത്തു പറഞ്ഞു. RSSന്റെ സ്വഭാവം ഫാസിസ്റ്റിക് സ്വഭാവമുള്ള പാർട്ടിയാണ് RSS. ഇത് പാർട്ടി പ്രോഗ്രാമിൽ കൃത്യമായി പറയുന്നുണ്ടോ, ഇത് വായിക്കണമെന്ന് കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷുഹൈബ് വധക്കേസിൽ CPM പ്രാദേശിക പ്രവർത്തകരായ 3 പേർ കൂടി അറസ്റ്റിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ ഒരാളും ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഫോൺ ചോർത്തുകയാണെന്ന് K. സുധാകരൻ ആരോപിച്ചു. കേരള കർണാടക അതിർത്തിയിലെ വിരാജപേട്ടയിൽ നടത്തിയ തെരച്ചിലിലാണ് ഷുഹൈബ് വധക്കേസിൽ 3 CPM പ്രാദേശിക പ്രവർത്തകർ പിടിയിലായത്. SFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിറാജിന്റെ സഹോദരൻ തില്ലങ്കേരി അലയാട്ടെ അൻവർ, എടയന്നൂരിലെ അസ്കർ, പാലയോട്ടെ അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. വിരാജ്പേട്ടിൽ ഒരു സ്പെസിഫിക് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംശയകരമായിട്ട് ഈ 3 പേരെ കാണുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് പോലീസ് ടീമുക്ക് ഓൾറെഡി ഇവരെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വി ടുക്ക് ദം ഇൻടു കസ്റ്റഡി ഏർലി മോർണിംഗ്. അസ്കർ കൊലപാതക സംഘത്തിലുണ്ടായിരുന്നു. മറ്റുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. പ്രതികളെ ഞായറാഴ്ച മട്ടന്നൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന ആകാശിനെയും റിജിൻ രാജിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിനും കൃത്യം നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അതിനിടെ ഷുഹൈബ് വധത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ പറഞ്ഞു. CBI അന്വേഷണം അവർ പറയുന്നത് ഗൂഢാലോചന കേസിൽ CBI അന്വേഷണം വേണമെന്നാണ്. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ പോലീസ് ചോർത്തുന്നുവെന്ന് K. സുധാകരൻ ആരോപിച്ചു. ഫോൺ കോൾ മിക്കവാറും എല്ലാ ആളുകളെയും ഫോൺ കോൾ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ അടക്കം ഞാൻ സംസാരിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന എല്ലാ ആളുകളുടെ ടെലിഫോൺ കോളുകളും ട്രാപ്പ് ചെയ്യുന്നു. അന്തസ്സുള്ള ഒരു മാന്യതയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമല്ല ഇതൊന്നും. ന്യൂസ് 18 കണ്ണൂർ. AYF പ്രവർത്തകർ കൊടി കുത്തിയതിനെ തുടർന്ന് പുനലൂരിൽ വർക്ക്ഷോപ്പ് ഉടമ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPI നേതൃത്വത്തിനെതിരെ സുഗതന്റെ ബന്ധുക്കൾ. കൊടി എടുത്തുമാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് CPI നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ല. കൊടി കുത്തിയതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കുന്നിക്കോട് പോലീസ് നൽകിയ റിപ്പോർട്ട്. ഈ പാർട്ടിപരമായിട്ട് പരിചയമുള്ളവരെ എല്ലാവരും സ്വാധീനിക്കുന്നു. അവരെല്ലാവരും ഒത്തിരിയും നാളെ ആവട്ടെ ഇന്നാവട്ടെ എന്ന് പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ വൈകിട്ട് കമ്മിറ്റി കൂടാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. AYF പ്രവർത്തകർ കൊടികുത്തിയതിലുള്ള മനോവിഷമം മൂലമാണ് സുഗതൻ ആത്മഹത്യ ചെയ്തത്. ഇതിലുള്ള വിഷമം ചെറുമകനെ അറിയിച്ചിരുന്നു. കൊടി മാറ്റാൻ CPI പ്രാദേശിക നേതൃത്വം പണം ആവശ്യപ്പെട്ടുവെന്നും സുനിൽ പറയുന്നു. ഉത്തരവാദികളായ AYF പ്രവർത്തകർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. സുഗതന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവത്തിൽ ക്രിമിനൽ നടപടിക്രമം 174 വകുപ്പ് അനുസരിച്ച് കുന്നിക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്രഥമ വിവര റിപ്പോർട്ടിന്മേൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും. സുഗതന്റെ ആത്മഹത്യയിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് പുനലൂരിലെ വർക്ക്ഷോപ്പ് ഉടമകളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. UDF മുന്നണി പ്രവേശന സാധ്യതകൾ സജീവമാക്കി KM മാണി. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി മാണി കോഴിക്കോട് ചർച്ച നടത്തി. മാണിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതായി ലീഗ് നേതാക്കളും അറിയിച്ചു. തുറന്നിട്ട എല്ലാ വാതിലുകളിലൂടെയും വരാൻ കഴിയില്ലല്ലോ എന്നാണ് മാണി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. അതേസമയം മാണിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. മുന്നണിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മാണിയാണ്. മാണിയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു.